നമീൻ സാർ ഓക്കെ ആയി. ഗാഥാമ്മയുടെ എവിടെ? ഗാഥാമ്മയുടെ എവിടെയാണെന്നേ ഗാഥാമ്മേടത്തിന്റെ വീട്ടിൽ പോയി ചോദിക്കണം. ഒരുമാതിരി ഓട്ടോസ്റ്റാൻഡിന്റെ വർത്താനം എന്റെ അടുത്ത് നീ പറയരുത് കേട്ടോ. തന്റെ അടുത്തോട്ട് ഗാഥാമ്മ നിന്നിരുന്നേ. ആ എനിക്ക് ഈ ആക്സിഡന്റ് ഒക്കെ കണ്ടപ്പോ നന്നായിട്ടൊന്ന് വിശന്നു. അതുകൊണ്ടേ ഗാഥാമ്മേടത്തിനെ ഞാൻ എടുത്തങ്ങ് തിന്നു. ശരിയാടി, നീ ശരിക്കും തിന്നിട്ടുണ്ടോ രാക്ഷസി? ആ ഞാൻ സമ്മതിച്ചു. താൻ പിന്നെ ദേവനാണല്ലോ, ആ മുഖത്ത് തന്നെ എന്തൊരു കലയാ. അത് താൻ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേവനാന്നു. ഈ മോന്ത നോക്കിട്ടോ. അല്ല അപ്പൊ പിന്നെ ദേവന്മാർക്ക് എന്താ വില? കണ്ടോ നീ ഈ തലവെച്ച സംസാരം പറയുന്നോണ്ടാ നിനക്ക് ഈ ഭൂലോകത്തുനിന്ന് ചക്കര കിട്ടാത്തത്. നിന്നെ സ്വഭാവം അനുസരിച്ച് നിന്നെ കെട്ടുന്നവൻ നിന്നെ തല്ലിക്കൊല്ലും. അല്ലെങ്കിലേ ഇനി ഒരിക്കലും പെണ്ണെന്ന വർഗത്തെ കാണരുതെന്നും പറഞ്ഞ് എവിടെങ്കിലും ഒളിച്ചോടി പോകും. അല്ല ഈ പറയുന്ന ആള് 3-4 കെട്ട് കഴിഞ്ഞ ആളാണല്ലോ അല്ലേ? എടോ ഞാനേ ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയാ. പക്ഷെ താനോ വയസ്സാണോ? ഞാനോ? പിന്നല്ലാതെ. തന്നെ കണ്ടാലേ എത്ര വയസ്സ് തോന്നിക്കുന്ന് വിചാരിച്ചിട്ടാ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 70. പിന്നല്ലാതെ. ആ കളരിക്കല് വെച്ച് ഞാൻ കാണുമ്പോഴേ സത്യമായിട്ടും അവിടുത്തെ മുത്തശ്ശിയുടെ ക്ലാസ്മേറ്റ് ആണെന്നാ ഞാൻ കരുതി. ഒരാളെ അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിയന്ത്രണം വിട്ടാലേ ഞാൻ എന്താ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആഹാ, എന്നാലേ ഞാൻ ഈ കഴുത്ത് പിടിച്ച് എനിക്കൂടി. എന്ത് പറ്റി? എന്താ സാറേ പറഞ്ഞിട്ട് ചുമ്മാതെ നിൽക്കുന്നേ? പിടിച്ച് ഞെക്കാത്തത് എന്താ? ഒരുപാട് അഹങ്കരിക്കരുത്. സ്ത്രീകളെ ദേഹത്ത് കൈവെക്കരുത്. നീ പോട്ടി. പക്ഷെ ഞാൻ കൈവെക്കണോ തീരുമാനിച്ചാലേ പൊന്നുമോളെ നിന്നെ ശരിക്കുള്ളൂ. ഒന്നുമില്ല. താൻ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അയ്യോ അത് അങ്ങനെയല്ല. തന്നെ പോലുള്ള കുറെ ഞരമ്പ് രോഗികള് ഏത് ഹോസ്പിറ്റലിൽ വരാന്തേലും ഉണ്ടാവും. വായി നോക്കിയകള്. കേട്ടോടി കേട്ടോ, നിന്നോട് സംസാരിച്ചതിന് അവരെന്നെ വിളിച്ചത് കേട്ടോ, വായി നോക്കിന്ന്. എടി നിന്റെ അടുത്ത് നിന്ന് നിന്നെ വായി നോക്കിന്ന് ഏതെങ്കിലും ഒരുത്തര് എന്നോട് പറഞ്ഞ അതിൽ ഭേദം ഞാൻ ചത്താ പോരടി. ഈ ആശുപത്രി വിട്ട് നീ പുറത്തോട്ട് ഇറങ്ങടി. ഞാൻ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോലീസിനെ വിളിക്കണോ? അയ്യോ വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കണ്ട. ഞാനിപ്പോ തന്നെ പൊക്കോളാം. പെങ്ങൾ പൊക്കോ പൊക്കോ. അയ്യോ ആ ഓഫീസിൽ ചെന്ന് മര്യാദയ്ക്ക് ഇരിക്കേണ്ടതല്ലേ? ഇവിടുന്ന് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കണമെന്ന് ഇത്രയ്ക്ക് വാശിയാണോ?